ഹായ് ഹലോ. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം. ഞാനിപ്പം ഡെന്റൽ ക്ലിനിക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു വന്ന് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ആളെന്ന് പറയുന്നത്. ഇതാ കണ്ണാ ഇങ്ങോട്ട് വാങ്ങിക്കേ, ഇങ്ങോട്ട് വന്നേ, ബാ ബാ. എന്തെടുക്കുവാ? നീ വരുന്നുണ്ടോ? നീ വരുന്നോ? പോവാം, പല്ല് റെഡിയാക്കാം പോയിട്ട്. പോയിട്ട് പല്ല് റെഡിയാക്കാം നമുക്ക്. എന്തേ ഇങ്ങനെ പറയണേ? ബാ പോവാം നമുക്ക് പോവാം. കൊത്താതെ, ഞാൻ അറിയാതെ കൈ വലിച്ചതാ. ബാ വാ 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 ബാ 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 മുട്ടിക്കോ, ബാ മുട്ടുതാ, ബാ. ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാ ഇവനെന്താ നമ്മൾ കൂട്ടിലിട്ടേക്കുന്നതെന്ന്. ഇവനെ കൂട്ടിലിട്ടതല്ല കേട്ടോ. ഇവനെ നമുക്ക് കിട്ടിയ ടൈം മുതൽ ഇവന് നമുക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പം തീരെ വയ്യാണ്ടാണ് ആളെ നമുക്ക് കിട്ടിയത്. അപ്പം കിട്ടിയതിന് ശേഷം വന്നിട്ട് വേറൊരാൾക്ക് കിട്ടിയത് നമ്മൾ അവരുടെ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇവന് തീരെ വയ്യായിരുന്നു. ആ ഒരു രീതിയിലിരിക്കുമ്പം പറത്തി വിട്ട് കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ കിട്ടത്തുണ്ടാകത്തില്ല, ചിലപ്പോൾ ചത്തുപോകും. അപ്പം അങ്ങനെ നമ്മൾ എടുത്ത് വളർത്തിയതാണ്. അങ്ങനെ വളർത്തിയ സമയത്ത് പിന്നീട് നമുക്ക് പറത്തി വിടാം എന്നുള്ള രീതിക്കാണ് നമ്മൾ വളർത്തിയത്. അപ്പം അവൻ വളർന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവന് കൂടിന്ന് പുറത്തിറക്കുമ്പം ഇവൻ കൂടിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവന് കൂട്ടി തന്നെ നിന്നാൽ മതി, അവന് കൂട് വിട്ടിട്ടൊരു ജീവിതം ഇല്ല എന്നുള്ള ഇതാണ് കാര്യം. ആൾ റെഡിയായി കഴിഞ്ഞപ്പോൾ ആൾക്ക് കൂട് തന്നെ മതി, കൂടാണ് ആളുടെ ലോകം. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറക്കി വിട്ടാലും അവൻ പോകത്തില്ലെങ്കിലും പോകത്തില്ല. പിന്നെ ഇവിടെ പൂച്ചയും പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പിടിക്കുമല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഈ കൂട്ടിൽ തന്നെ ഇട്ടേക്കുന്നത്. അവന് കൂട്ടിൽ കിടന്നാൽ മതി, അവനെങ്ങും പോകണ്ട. കൂട്ടിൽ നമ്മൾ പുറത്തിറക്കിയാലും കൂടിന്ന് പുറത്തിറങ്ങാനായിട്ട് ആൾക്ക് ഇഷ്ടമല്ല. ആൾക്ക് ഇവിടെ തന്നെ ഇരുന്നതാണ്. ഞാൻ പറയണതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവന് കൂട്ടിൽ തന്നെ ഇരുന്നാൽ മതി, എപ്പോഴും ഫുൾ ടൈം ആൾ കൂട്ടിയിരുന്നാൽ മതി. ഇതാണ് ആളുടെ ഹാപ്പിനെസ്. അമ്മയാണ് ഇവനെ നോക്കുന്നത് എടുക്കുന്നതൊക്കെ. അമ്മേനെയാണ് ഭയങ്കര കാര്യം, അമ്മേനെയാണ്. അമ്മയുടെ അടുത്താണ് ആള് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ടുള്ളത്. അമ്മക്ക് മുട്ടൊക്കെ കൊടുക്കാൻ ചെല്ലും. ഭയങ്കരമായിട്ട് അമ്മയുടെ ഭയങ്കര വർത്താനമൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇവൻ്റെ സ്റ്റോറി. ആള് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഇച്ചിരി മിരിപ്പനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടാണ് ഏറ്റവും കൂടുതൽ കാര്യം. ഞങ്ങളോടൊക്കെ അത്ര വലിയ ഇതൊന്നും അല്ല. ആളുടെ കാര്യം കാണാനായിരിക്കും കൂടുതലും നമ്മളെ സ്നേഹിക്കുന്നത്. അമ്മ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക, കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം നമ്മളല്ലാതെ വിളിച്ചു കഴിഞ്ഞാലൊന്നും അവന് ഇഷ്ടപ്പെടത്തില്ല. അവൻ ചില സമയത്ത് നമ്മളെ കൊത്താനൊക്കെ വരും, സൗണ്ടൊക്കെ മാറ്റിയിട്ട് നമ്മളെ കൊത്താനും എടുക്കാനൊക്കെ വരും. ഇപ്പം ഞാൻ പറയണത് എന്താന്നിങ്ങനെ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് എൻ്റെ അടുത്ത് ഇതിന് മാത്രം എൻ്റെ അടുത്ത് വന്നെന്ന് പറയണം, ഈ ഫോണുമായിട്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് വന്നെന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ട് എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത്. പിന്നെ ആൾ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് തരും കേട്ടോ. ഇനി അതാണോ എന്ന് അറിയത്തില്ല, ഫോട്ടോ എടുക്കാനാണോ ഇത്രയും നേരം, ഞാൻ എത്ര നേരമായി പോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവൻ തിങ്ക് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇവൻ്റെ കാര്യം. അപ്പം ഇവനെ പറത്തി വിടാതെ നമ്മൾ കൂട്ടിലിട്ടതൊന്നുമല്ല. അവന് പറന്നു പോണേക്കാളും ഇഷ്ടം അവന് ഈ കൂട്ടിൽ തന്നെ കിടക്കുന്നതാണ്. ഇവൻ അന്നേരം മുതൽ ഈ കൂട്ടിൽ നല്ല സൗണ്ടുണ്ട്. ഈ ടൈമിൽ 4-5 മണി ടൈമിൽ വന്നിട്ട് സ്കൂൾ ബസ്സും കാര്യങ്ങളും 4:30 തൊട്ട് പോകുന്ന ടൈമാണ്. അപ്പം എന്താ സ്കൂൾ ബസ്സാണ് ഇപ്പോൾ പോയത് കുട്ടികളുടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്? ഇവന് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇഷ്ടമല്ല, ഇവന് കൂട്ടിൽ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടം. അവന് ഫുഡും എല്ലാ സാധനവും സമയത്ത് കിട്ടുന്നതുകൊണ്ടാണോ നടത്തില്ല. ആൾക്ക് എന്തൊക്കെ കൊടുക്കുന്നതെന്ന് അറിയോ? ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ഇങ്ങനെയുള്ള. പിന്നെ പയർ, അവന് ഇഷ്ടമുള്ള പയർ. വെറൈറ്റി ഫുഡാണ് 5-10 മിനിറ്റ് കൂടുമ്പം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അമ്മ വന്നിട്ട് എന്നോട് ബസ് സ്റ്റോപ്പിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അതൊക്കെ അമ്മയെ അച്ഛൻ കൊണ്ടുപോകുന്ന ബസ് സ്റ്റോപ്പിലോട്ട് വിട്ടു. അമ്മ നടന്നു വരുവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങി നമ്മൾ നടക്കുവാണ് ഡെന്റൽ ക്ലിനിക്കിലേക്ക്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ നടക്കാനായിട്ട്. ആലപ്പുഴയിലുള്ളവർക്ക് അറിയാം സ്മൈൽ ഡെന്റൽ ക്ലിനിക്ക് കലവൂരുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു 10 മിനിറ്റേ ഉള്ളൂ നടക്കുവാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചുറ്റിനും വെള്ളമൊക്കെ ആയിരുന്നു. അപ്പം ഇതായിരുന്നു ആ ഒരു ടൈമിലെ ക്ലൈമറ്റിൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ, ഒരു കാലാവസ്ഥ ടൈമെന്ന് വെച്ചാൽ അത്യാവശ്യം മഴയും കാര്യങ്ങളും, മഴക്കാരൊക്കെ കയറി കിടക്കുന്ന ഒരു ടൈമായിരുന്നു, ഈവനിങ് ടൈമായിരുന്നു. അപ്പം എനിക്ക് 5:45 അപ്പോയിൻമെൻറ്റ്. ഞാൻ കൃത്യം 5:30 എത്തി. പക്ഷേ എന്നാലും കുറച്ച് പോസ്റ്റായിരുന്നു. അന്നത്തെ ദിവസം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 6:30 ആയപ്പോഴാണ് അകത്തേക്ക് ഡോക്ടറെ കാണാൻ കയറിയത്. അതുവരെ നമ്മളുടെ പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, TV കണ്ടുകൊണ്ടിരുന്നു.
ഇതാ നമ്മൾ പല്ലൊക്കെ കമ്പി ടൈറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുവാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് നോക്കിയിട്ട് നിൽക്കുവാണ്. ഒരുപാട് പോസ്റ്റൊന്നും KSRTC തന്നില്ല. പെട്ടെന്ന് തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നു. കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. നല്ല തിരക്കായിരുന്നതുകൊണ്ട് ഇച്ചിരി നേരം നിൽക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നാലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ, ഒരു 10-15 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു. അപ്പം വീട്ടിൽ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ, ഇത് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇതിലെടുക്കാഞ്ഞത്. കാര്യം നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളിതാ പോയിട്ട് വീട്ടിലെത്തി. അപ്പം ഞാൻ എന്താ ആ സൗണ്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടല്ലായിരുന്നു. അതായത് എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ലോ ആയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് മിക്കവാറും ഒട്ടും കേൾക്കാൻ സാധ്യതയില്ല. കാര്യം അത്രയ്ക്ക് വേദനയോടുകൂടിയാണ് ഞാൻ തിരിച്ചെത്തിയത്. നല്ല രീതിക്ക് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആ വേദന പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. വീഡിയോ എടുക്കണമല്ലോ, ലാസ്റ്റ് ഒരു വൈൻഡപ്പ് വേണമല്ലോ, എടുത്തു പോയതുകൊണ്ട് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യണമല്ലോ, നിങ്ങളുടെ അടുത്ത് ബൈ പറയണമല്ലോ എന്നോർത്ത് ഞാൻ വന്നതായിരുന്നു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പം ഒട്ടും തന്നെ ആ വീഡിയോയ്ക്ക് സൗണ്ടും കാര്യങ്ങളും കറക്റ്റ് കിട്ടുന്നില്ല, ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഫ്രണ്ടിൽ നിന്നാണ് എനിക്കൊരു പല്ല് എടുത്തിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പല്ല് അധികം എടുത്തിട്ടില്ല കമ്പി ഇടാൻ വേണ്ടിയിട്ട്. കാര്യം എനിക്ക് പൊങ്ങിയിട്ടൊന്നും അല്ല കമ്പി ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.